സ്ഥിരമായി വരുന്ന വായ്പുണ്ണ് കാരണം ഇഷ്ടഭക്ഷണം കഴിക്കാതെ കുടുങ്ങി നിൽക്കുകയാണോ നിങ്ങൾ? വായ്പുണ്ണ് നമ്മുടെ സമൂഹത്തിൽ 25% ആൾക്കാരെങ്കിലും ഇത് ബാധിക്കുന്നുണ്ട്. അല്ലാതെ വയറിൽ വരുന്ന പുണ്ണാണ് വായിലും വരുന്നതെന്ന് ധരിച്ചിരിക്കരുത്. അങ്ങനെയല്ല. ഇതിന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഒന്ന്. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും വരാനുള്ള സാധ്യത ഉണ്ട്. സ്ട്രെസ്സ് കാരണം വരാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇപ്പം മര്യാദയ്ക്ക് ഉറക്കമില്ല, അല്ലെങ്കിൽ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാതിരിക്കുക, ഇതൊക്കെ സ്ട്രെസ്സാണ്. പിന്നെ വിറ്റാമിൻ്റെ കുറവ് കൊണ്ടും വരാം. വൈറ്റമിൻ B12, അയൺ, സിങ്ക്, ഫോളേറ്റ് ഇങ്ങനത്തെ ഒക്കെ വിറ്റാമിൻസിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരാനും സാധ്യതയുണ്ട്. ചില ഡെൻറ്റൽ പ്രൊസീജിയേഴ്സ്, പല്ലിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മുടെ കടി ശരിയാവാതെ വരിക, അതുമല്ലാന്നുണ്ടെങ്കിൽ ആത്മാർത്ഥ കൂടി ബ്രഷ് ചെയ്യുക. അപ്പം ബ്രഷ് അവിടെ ഇടുമ്പോൾ തട്ടി മുറിയാവും. അപ്പം അങ്ങനെ ഒന്നും ബ്രഷ് ചെയ്യരുത്, വളരെ മയത്തിൽ ബ്രഷ് ചെയ്യുക. പിന്നെ നമ്മുടെ വയറിലല്ല, കുടലിൽ വരുന്ന ചില അസുഖം കാരണം ചിലപ്പോൾ പുണ്ണ് വായിൽ വരാം. പിന്നെ ഈ വരുന്ന പുണ്ണ് 2 ആഴ്ചയ്ക്ക് മേലെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ എത്രയും വേഗം കാണിക്കുക.